നമസ്കാരം. മലബാർ മീഡിയ ന്യൂസ് ഇപ്പോൾ വന്നു നിൽക്കുന്നത് കരിക്കോട്ടക്കരി കൂമന്തോട് വാർഡിൽ 9-ാം വാർഡിലാണ്. ഇവിടെ ജനവിധി നേടുന്ന മേഴ്സി ടീച്ചർ ആണ് നമ്മളോടൊപ്പം ചെയ്യുന്നത്. അദ്ദേഹത്തിൻ്റെ വാക്കുകളിലേക്ക് നമുക്ക് പോകാം. നമസ്കാരം. മലബാർ മീഡിയ ന്യൂസ് ഇപ്പോൾ നിൽക്കുന്നത് കരിക്കോട്ടക്കരി കൂമന്തോട് 9-ാം വാർഡിലാണ്. ഇവിടെ നമുക്ക് പ്രിയങ്കരിയായിട്ടുള്ള നമ്മുടെ മേഴ്സി ടീച്ചറാണ് ഇവിടെ UDFിൻ്റെ സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കുന്നത്. അപ്പം നമുക്ക് ടീച്ചറോട് തന്നെ ഇതിനെപ്പറ്റി ഒന്ന് സംസാരിക്കാം. എന്താണ് ടീച്ചർ, എങ്ങനെയാണ് ഈ പ്രാവശ്യത്തെ ഇലക്ഷൻ വളരെ പോസിറ്റീവായിട്ട് നോക്കി കാണുകയാണ്. കുഴപ്പമൊന്നുമില്ല. ഇതുവരെ നമ്മൾ പോയ സ്ഥലത്ത് നമുക്ക് നല്ല ഒരു പ്രതികരണമാണ് ഉണ്ടായിട്ടുള്ളത്. സന്തോഷം. ടീച്ചറിൻ്റെ ഫാമിലി കാര്യങ്ങളൊക്കെ ഒന്ന് ഭക്ഷണത്തിന് വേണ്ടിയിട്ട് നമുക്കൊന്ന് പരിചയപ്പെടുത്താം, സ്വയം ഒന്ന് പരിചയപ്പെടുത്താം. ഞാൻ ഒരു ഗ്രൂപ്പിയുടെ അധ്യാപികയാണ്, മേഴ്സി ടീച്ചർ. ടീച്ചറിൻ്റെ ഔദ്യോഗിക ജീവിതത്തിനെ പറ്റി ഒന്ന്, അതുപോലെ തന്നെ ഫാമിലിയിലേക്ക് ഒന്ന് നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടി ഒന്ന് പരിചയപ്പെടുത്താം. ഞാൻ ഏകദേശം 30 വർഷം എനിക്ക് സർവീസ് ഉണ്ട്. ആദ്യകാലങ്ങളിൽ LP സ്കൂളോ UP സ്കൂളിലൊക്കെ ആയിരുന്നു. കരിക്കോട്ടക്കരിയിൽ നിന്നാണ് തുടക്കം. രണ്ടാം കളവിലെ 1 വർഷം അധ്യാപികയായിരുന്നു. അതിനുശേഷം വീണ്ടും കരിക്കോട്ടക്കരിയിലെത്തി. പിന്നെ കുറേ സ്കൂളുകളിൽ കൂടെ ഒക്കെ കറങ്ങി തിരിഞ്ഞ് ലാസ്റ്റ് ഞാൻ വീണ്ടും ഒരു 95 കാലഘട്ടമായപ്പോഴത്തേനും നമ്മുടെ കരിക്കോട്ടക്കരി സെൻറ് തോമസ് ഹൈസ്കൂളിലെത്തി. സെൻറ് തോമസ് UP സ്കൂളിൽ കുറേ അതിന് മുൻപ് വർക്ക് ചെയ്തായിരുന്നു. പിന്നെ അതിന് ശേഷം നീണ്ട കുറേ വർഷങ്ങൾ നമ്മുടെ ഈ കരിക്കോട്ടക്കരി നാട്ടിൽ തന്നെയായിരുന്നു. ലാസ്റ്റ് 2 വർഷം ഹെഡ് മിസ്ട്രസ്സായിട്ട് വെളിമാനത്ത് ജോലി ചെയ്തു. അവിടെ നിന്നാണ് ഞാൻ റിട്ടയർ ആകുന്നത്. പിന്നെ എൻ്റെ ഫാമിലി, എൻ്റെ ഹസ്ബൻഡ് ഗ്രാമീണ ബാങ്ക് മാനേജറായിരുന്നു. പിന്നെ ജോയി റിട്ടയറായി. പിന്നെ ഞങ്ങൾക്കൊരു മോളാണുള്ളത്. അവിടെ ഇപ്പം സോഷ്യൽ വർക്ക് MSW പഠിക്കുന്നു മംഗലാപുരത്ത്. പഠനം തീർന്നില്ല, ലാസ്റ്റ് സെമ്മിലേക്ക് കടന്നു. വോട്ടർമാരോട് എന്താണ് ടീച്ചറിന് പറയാനുള്ളത്? വോട്ടർമാരോട് പറയാനുള്ളത്, ഞാൻ ഒത്തിരി വാഗ്ദാനങ്ങൾ അങ്ങനെ നൽകാൻ ആഗ്രഹിക്കുന്നില്ല. പക്ഷേ ഞാൻ ഒരു UDF സ്ഥാനാർത്ഥിയായി ഈ കൂമന്തോട്ടിൽ നിന്ന് ജയിച്ചു വന്നാൽ കഴിവിൻ്റെ പരമാവധി ജനങ്ങൾക്ക് ആവശ്യമുള്ള മേഖലകളിലെല്ലാം ഞാൻ ഇടപെട്ട് എനിക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ, പഞ്ചായത്തിൻ്റെ പരിധിയിൽ നിന്നുകൊണ്ട് ചെയ്യാൻ പറ്റുന്ന എല്ലാ കാര്യങ്ങളും ഞാൻ ചെയ്തു കൊടുക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്. എൻ്റെ ഒരു പഴയ ഒരു ശൈലി തന്നെയാണ് എല്ലാവരോടും പിന്നെ ആവശ്യക്കാരുടെ അടുത്തേക്ക് ഇറങ്ങി ചെല്ലുക എന്നുള്ളൊരു മൈൻഡ് എനിക്കുണ്ട്. അപ്പോൾ അത് ഈ പൊതുപ്രവർത്തനത്തിലോട്ട് വരുമ്പോൾ കൂടുതൽ എനിക്ക് ചെയ്യാൻ സാധിക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ്. ഇപ്പം ഞാനിപ്പോൾ ഭവന സന്ദർശനത്തിന് പോകുന്ന ഈ അവസരത്തിൽ അതേമാതിരി ഒരു സപ്പോർട്ട് എനിക്കിപ്പോൾ കിട്ടുന്നുണ്ട്. എൻ്റെ കുട്ടികളുടെ മാതാപിതാക്കളുടെയും വലിയൊരു സപ്പോർട്ട് എനിക്കുണ്ട്. അപ്പം അവരുടെ ഇടയിൽ കൂടുതൽ പ്രവർത്തിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ്. ഓരോരുത്തർക്കും ജയിച്ചു കഴിഞ്ഞാൽ പിന്നെ നമ്മളെല്ലാവർക്കും വേണ്ടിയുള്ളതാണ്. അപ്പം പിന്നെ ആ സമയത്ത് എന്തെല്ലാം എനിക്ക് ചെയ്യാൻ പറ്റുമോ, ഇപ്പോൾ കുറേ കാര്യങ്ങൾ കണ്ടിട്ടുണ്ട്, മനസ്സിലാക്കിയിട്ടുണ്ട്. അപ്പം ഈ ഭരണത്തിൻ്റെ തുടർച്ചയായിട്ട്, ഇതുവരെ ചെയ്തതിൻ്റെ തുടർച്ചയായിട്ട് കുറേ കാര്യങ്ങൾ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ട്. അത് ജയിച്ചതിന് ശേഷം നമുക്ക് അതിനെക്കുറിച്ച് ചിന്തിക്കാം. എന്നോടൊപ്പം ഇപ്പോൾ അഡ്വക്കേറ്റ് മനോജുമുണ്ട്. അപ്പം ഞങ്ങൾ 2 പേരും ഈ നാട്ടിലായതുകൊണ്ട് ഞങ്ങൾക്ക് കൂടുതൽ ചെയ്യാനാകുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ്. അപ്പം എൻ്റെ ഒപ്പം ഇവിടെ നമ്മുടെ ബ്ലോക്കിലേക്ക് മത്സരിക്കുന്ന മനോജിനെയും കൂടി ഓർക്കണമെന്ന് ഞാൻ പ്രേക്ഷകരോട് പറയുകയാണ്. അപ്പോൾ മത്സര രംഗത്തോട്ട് ഇത് ആദ്യമായിട്ടാണ് അല്ലേ? ആദ്യമായിട്ടാണ് മത്സര രംഗത്തേക്ക് വരുന്നത്. അതുപോലെ തന്നെ സോഷ്യൽ മീഡിയയിലൊക്കെ വളരെ സജീവമായിട്ടുള്ളൊരു വ്യക്തിയാണല്ലേ? സോഷ്യൽ മീഡിയയിൽ സജീവമാണ്. അതുപോലെ തന്നെ ഈ അവസരത്തിൽ ഞാനൊരു കാര്യം കൂടെ പറയുകയാണ്. എന്നെ പഠിപ്പിച്ചാണ്, എൻ്റെ ടീച്ചറായിരുന്നു. എനിക്ക് വളരെ വേണ്ടപ്പെട്ട ഒരു വ്യക്തി കൂടിയാണ്. എന്തായാലും വിജയാശംസകൾ. അജീഷെ, ഒത്തിരി നന്ദി നീ എന്നെ തേടി ഇവിടെ വന്നതിന്. എനിക്ക് ഒത്തിരി അഭിമാനമുണ്ട്. എൻ്റെ മക്കൾ തന്നെ ഇങ്ങനെ വരുമ്പോൾ, കഴിഞ്ഞ ദിവസം ഒരു കുട്ടി വന്നിരുന്നു, 2-ാം കടവിൽ ഞാൻ പഠിപ്പിച്ചവനാണ്. അവനെ ഞാൻ 92-ൽ 1 വർഷം പഠിപ്പിച്ചത്. അപ്പം നമ്മുടെ അടുത്ത് വീണ്ടും കാണാൻ പറ്റും. നിങ്ങളെ ഒന്ന് ഞാൻ കാണുമ്പോൾ പ്രതീക്ഷിച്ചതല്ല. എനിക്ക് ഭയങ്കര സന്തോഷമായി നീ വന്നതിന്. അപ്പോൾ എന്തായാലും വിജയാശംസകൾ. താങ്ക് യു.